ഹായ് ഫ്രണ്ട്സ് ഓൾ ഇൻ വൺ മച്ചാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ പമ്പ വരെ ഒരു യാത്ര പോവുകയാണ്. അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവിടുത്തെ ഒരുക്കങ്ങൾ എന്തുവരെയൊക്കെ ആയി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെപ്പറ്റി അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ കോവിഡിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് അവിടെ കയറ്റി വിടുമെന്ന് അറിയില്ല, എങ്കിലും നമുക്ക് യാത്ര പോകാം. ഓക്കെ, എവിടെ വരെ പോകാൻ പറ്റും അവിടെ വരെ നമ്മൾ പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ പ്രിയ സുഹൃത്തുണ്ട് കുമാർ. ഹായ്. അപ്പോൾ അവനുമുണ്ട് നമ്മുടെ കൂടെ. പിന്നെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണിച്ച കിരൺ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, നമ്മൾ ലാഹയെന്ന് നമ്മളോട് ജോയിൻ ചെയ്യും. അപ്പോൾ അവനെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇത് സ്ഥലത്തിൻ്റെ പേരെന്താണ്? മുക്കം. അടിച്ചിപ്പുഴ മുക്കം എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ ക്രോസ് വേ ആണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. കുറച്ചുകൂടി രാവിലെ വന്നായിരുന്നെങ്കിൽ നല്ല അടിപൊളി വ്യൂ കിട്ടിയാണ്. ഇപ്പോൾ ഭയങ്കര വെയിലായതുകൊണ്ട് നമുക്ക് ഒന്നും കാണുന്നില്ല. ഞങ്ങൾ ഇച്ചിരി താമസിച്ച് ഇറങ്ങിയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് പോവാം. എൻ്റെ കയ്യിൽ നനങ്ങുവാണല്ലോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. കുറച്ചുകൂടെയൊക്കെ രാവിലെ വന്നു കഴിഞ്ഞാൽ കിടുക്കനായിരിക്കും. ഇതിന് താഴെ ഒരു ഇളയ തമ്പുരാട്ടി കാവെന്ന് പറഞ്ഞ കാവുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് കാണിക്കാം. അത് കുറേ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ്. സ്വയംഭൂവായിട്ടുള്ള ഒരു കാവും കല്ലും ഒക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മൾ വേറൊരു ദിവസം എടുക്കുന്നതായിരിക്കും. അത് എല്ലാ മാസവും 1-ാം തീയതിയാണ് നട തുറക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കിതൊക്കെ കാണിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ വീഡിയോ അല്ലെങ്കിൽ ആ സ്ഥലം കാണിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ വ്യൂ ആണ് കാണിക്കുന്നത്. കുറച്ച് നമ്മൾ നേരെ കാണുന്ന കുറേ ആൾക്കാർ നിൽക്കുന്നതിൻ്റെ 2-3 പിള്ളേർ സെറ്റ് അവിടെ നിൽപ്പുണ്ട്. അവിടെ ഒരു ചെറിയ അരുവിയുണ്ട്. നമ്മുടെ മുകളിൽ നിന്ന് കാടിൻ്റെ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അടിപൊളിയാണ് അവിടെ. ഇവന്മാർ രാവിലെ എന്താ പരിപാടി എന്നറിയാം. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, അത് കറ ഒഴിക്കുന്ന സ്ഥലം. കറ ആ ഏറ്റവും മേളിൽ കണ്ട ടാങ്കില്ലേ, ആ ടാങ്കിനകത്ത് ഇവര് വെട്ടിയെടുക്കുന്ന കറയല്ലേ കൊണ്ടായിട്ട് ഒഴിക്കും. എന്നിട്ട് അതിന്റെ താഴെ ഇപ്പൊ ഒരു വണ്ടി അവിടെ കിടന്നില്ല, ട്രാക്ടർ. അതുകൊണ്ട് താഴെ ആ പൈപ്പിന്റെ ഒട്ടിക്കൊണ്ട് ഓപ്പൺ ആക്കി വെക്കും. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് തുറന്നൊഴിക്കും. ഒഴിച്ചിട്ട് ഈ കറ കൊണ്ടുപോയി അവരുടെ ഫാക്ടറി കൊണ്ട് ബാക്കി പരിപാടിക്ക് വേണ്ടി കൊണ്ടുപോകും. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്. അവൻ എന്തി പ്ലെയിൻ തറ. ഇവിടെ പ്ലെയിൻ വരും. ഇത് നമ്മുടെ കിരണിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. കിരണിൻ്റെ വീട്, പിന്നെ എൻ്റെ കുടുംബ വീട്, ഈ കുമാറിൻ്റെ കുടുംബ വീട്, ഇതെല്ലാം ഞങ്ങളുടെ ഈ ഭാഗത്ത് ചെമ്പങ്കര എന്ന് പറയുന്ന സ്ഥലമാണ്. അതിൻ്റെ ഇങ്ങോട്ട് പോകുന്ന വഴിക്കുള്ളൊരു സ്ഥലമാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പ്ലെയിൻ തറ എന്നാണ് ഞങ്ങൾ പറയുന്നത് സാധാരണ. ഇവിടെ നേരത്തെ ഇവിടെ മൊത്തം ഹാരിസൻ്റെ റബ്ബർ തോട്ടമല്ലേ, ഇവിടെ തുരിശടിക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ വരുമായിരുന്നു. ആ സമയത്ത് ഇവിടെയാണത് താഴ്ന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ തുരിശും കാര്യങ്ങളൊക്കെ വെക്കുന്നു. അതിൻ്റെ സ്ഥലമാണിത്. അതിനുശേഷം ഇവിടെയാണ്
ഇത് താഴ്ന്നത്. എൻ്റെയൊക്കെ കൊച്ചിലെ ഞാൻ അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ വരുമായിരുന്നു. ഈ തുമ്പിയുടെ കൂട്ടിരിക്കുന്ന മറ്റേ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, ഇങ്ങനെ ഫ്രണ്ട് വശം ഇങ്ങനെ റൗണ്ട് ഇരിക്കുന്നത്, ഗ്ലാസ്സിലിരിക്കും. അതാണ് സംഭവം. അടിപൊളിയായിരുന്നു ആ സമയത്തൊക്കെ. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര നൊസ്റ്റാൾജിയ കടന്നു വരുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ പ്ലാഹ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വന്നപ്പോൾ അവിടെ അങ്ങോട്ട് കയറിപ്പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ നമ്മളെ തടഞ്ഞിട്ടുണ്ട്. പ്രശ്നമെന്ന് ചോദിച്ചാൽ ഈ ഓൺലൈൻ വഴി വെർച്വൽ അല്ലേ വെർച്വൽ പാസ് ഉള്ളവരെ മാത്രമേ അവർ കയറ്റി വിടുകയുള്ളൂ. ഇന്നത്തെ ദിവസം ഒറ്റ ഒരു വണ്ടി മാത്രമേ കയറ്റി വിടാനുള്ള പെർമിഷൻ അവർക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു വണ്ടി അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. കുറേ ആൾക്കാർ ഇതുപോലെ ശബരിമല വരെ പോകാമെന്ന് പറഞ്ഞിട്ട് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ പോലും അവർ കയറ്റി വിടുന്നില്ല. കാരണം ഓൺലൈൻ പാസ് ഉള്ളവരെ മാത്രമേ അവർ കയറ്റി വിടുന്നുള്ളൂ. അപ്പം ഞങ്ങൾ പറഞ്ഞത് ചാനലിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് പമ്പ വരെ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ നടക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പമ്പയിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞ അവർക്കൊരു പെർമിഷൻ തരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വേറെ പെർമിഷൻ എടുത്തിട്ടോ ഒന്നുമല്ല. നമ്മൾ വിചാരിച്ചത് ഈ സമയത്ത് സ്വാമിമാരൊക്കെ പോകുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ പോകാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് നേരെ പ്ലാപ്പള്ളി വരെ പോയിട്ട് അവിടുന്ന് നമ്മൾ നേരെ കുട്ടിക്കാനം പോയിട്ട് അവിടെ മദാമക്കുളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ആ കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയാണ് ഇന്ന് പോകുന്നത്. എന്തായാലും ഇന്ന് പമ്പ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വേറൊരു വീഡിയോ ഒന്ന് അതിൻ്റെ കൂടെ ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. എന്തായാലും ഇന്ന് മെനക്കെട്ടിറങ്ങി നമ്മൾ എന്തായാലും ഇന്നൊരു വീഡിയോ എടുത്തിട്ടേ പോകുന്നുള്ളൂ. അപ്പോൾ ഈ കാടിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചിട്ട് ഇപ്പോൾ നമുക്ക് പ്ലാപ്പള്ളി വരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ അങ്ങോട്ട് പോകുമ്പോഴേ ഉള്ള നല്ല നല്ല കാഴ്ചകളാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണാം. ഇത് ഈ കുട്ടിക്കാനമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാഴ്ചകൾ. ഇത് ഈ കാണുന്ന നമ്മുടെ ആദിവാസി വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. കാടിൻ്റെ നടുക്കായിരുന്നു ആണല്ലോ. അതെന്താണ് അങ്ങനെ? ഒരു മാസങ്ങൾ വരും, അങ്ങനെയൊക്കെ ഇവരെ ഭക്ഷണത്തൊക്കെ കൊണ്ട് കൊടുക്കാൻ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കാടിനകത്ത് പോയി ഇവരെ നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ട്. ആനശല്യം, മന്ദശല്യം അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും റോഡ് സൈഡിൽ നേരിട്ട് ഇടപെട്ട്. നേരത്തെ ഇവർ ഉള്ളിലായിരുന്നു. നമ്മളിപ്പം നമ്മുടെ ഈ സന്നദ്ധ സംഘടനകളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കാടിനുള്ളിൽ കയറി പോകണമായിരുന്നു. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ടവരൊക്കെ എല്ലാം റോഡ് സൈഡിലാണ്. ഇവിടം തൊട്ടാണ് നമ്മൾ പൂങ്കാവനം ആരംഭിക്കുന്നത്. ശബരിമലയിലേക്കുള്ള പൂങ്കാവനം ആരംഭം ഇവിടം തൊട്ടാണ്. ഇവിടെ പൈസയൊക്കെ ഇട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് സ്വാമിമാർ ശബരിമലയ്ക്ക് പോകുന്നത്. അയ്യപ്പൻ്റെ പൂങ്കാവനം ആരംഭമാണ് ഇവിടെ. ഇത് നമ്മൾ ലാഹേന് ശബരിമലയ്ക്ക് പോകുന്ന വഴിക്കുള്ള വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ. ചെറിയ ചെറിയ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇവിടെ. ഇത് നല്ല രസമാണ്, നല്ല സൗണ്ടൊക്കെയാണ് കേട്ടോ. മോളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഇത് അടിഞ്ഞോട്ട് പോവാം. ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതിൻ്റെ സന്തോഷം കണ്ടോ, മലകളാണ് അങ്ങറ്റം വരെ. ശബരിമല സീസണൊക്കെ ഇവിടെ നിൽക്കാനൊക്കത്തില്ല, അതേപോലെ വണ്ടി ഒരു സ്ഥലമാണ്. ട്രാൻസ്പോർട്ടൊക്കെ കറങ്ങി അടിച്ച് വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ, നല്ല സ്പീഡിലൊക്കെ ഉണ്ടോ രണ്ട് സൈഡൊക്കെ. ഇപ്പോൾ ഇവിടെ ഒരു വിഷയമില്ല, വണ്ടിയൊന്നും വരുന്നില്ല. താഴെ വശത്ത് താഴെക്കൂടെ ഒഴുകുന്നു. ഇതിൻ്റെ ബാക്കി ഇതിനടിയിൽ കൂടെ ഒത്തിരി താഴെക്കൂടാ പോകുന്നത് കേട്ടോ. ഇത് കാടാണ് കേട്ടോ, കാടിൻ്റെ നടുക്കാണ് ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ. ഇതാണ് ഒരു അടിപൊളി സ്ഥലം. അവിടെ കിട്ടു സ്ഥലമാണ്. നമ്മൾ പ്ലാപ്പള്ളി നമ്മൾ ഇടത്തോട്ട് മാറി അല്ല, ഇടത്തോട്ട് ഇറങ്ങി നമ്മളെങ്ങോട്ടാ പോകുന്നത്? എരുമേലി റൂട്ടിലേക്ക് പോയിരിക്കുകയാണ്. അടിപൊളി സ്ഥലം കേട്ടോ. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ 2 പ്രാവശ്യം പോയിട്ടുള്ളൂ. അതിന് താഴെ ചെല്ലുമ്പോൾ ഈ സൈഡിൽ കൂടെ ഈ അരുവിയില്ലേ, ഈ അരുവി ഒഴുകി പോകുന്ന സ്ഥലവും പിന്നെ സൈഡിൽ കാടൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് ഇരിക്കാനൊക്കെ എന്തോ സുഖം. നല്ല അടിപൊളി സ്ഥലമാണ്. കഴിക്കുമോ എന്തോ വേണം ചെയ്യാം. പക്ഷേ നേരത്തെയൊക്കെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞേക്കാം. പ്ലാപ്പള്ളിയിൽ നിന്ന് നമ്മൾ ഇടത്തോട്ട് തിരിയുമ്പോൾ കുട്ടിക്കാനത്ത് പോകുന്ന റൂട്ടാണ്. ഈ റൂട്ട് വരുമ്പോൾ കുറച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നല്ല അടിപൊളി ഒരു പ്ലേസ് ഉണ്ട്. പഞ്ചാരമൺ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ വെയിൽ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വന്നെങ്കിലായി. അതേപോലെ അത്രേ ഉള്ളൂ. അതേപോലെ തഴച്ച് വളർന്നു നിൽക്കുന്ന മരങ്ങളും നല്ല 2-3 വളവുകളുണ്ട്. ആ വളവിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒഴുകുന്ന ഒരു അരുവി കേട്ടോ. വെള്ളം പോകുന്നുണ്ടോ? നല്ല കിഡ് പ്ലേസാണ്. നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലേസാണ്.
നല്ല രസം ഇവിടെ ഇരിക്കാനൊക്കെ. ഇവിടെ നിർത്തിയിട്ട് പോയത് എന്നാണ് വിശ്വാസം. അപ്പോൾ ആ ആഞ്ജലിയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനെ ഇവിടെ എല്ലാവരും
ഇതാണ് അഴുതാ നദി. സാധാരണ ഇപ്പോൾ അരുണ് പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ശബരിമല സീസൺ സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവാറുള്ളത്. അതേപോലെ സ്വാമിമാരുടെ തിരക്കായിരിക്കും. അതുപോലെ ഇപ്പോൾ നമ്മൾ ഇറങ്ങി വന്നില്ലേ, അവിടെയൊക്കെ കടയുടെ ബഹളമാണ്. രണ്ട് സൈഡിലും കടകളും കച്ചവടക്കാരും. പറഞ്ഞതുകൊണ്ട്